ജോലിക്കാരെല്ലാവരും വന്നു പോയതിനു ശേഷം ജാസ്മിനും റസ്മിനും അപ്സരയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് അവിടെ അനിയനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജിൻഡോയുടെ ഗെയിമാണ്, ജിൻഡോയുടെ ഫാനാണ് എന്നാണ് അനിയൻ പറഞ്ഞതെന്ന്. അത് കേട്ടിട്ട് ഞാൻ ആകെ ഷോക്കായിപ്പോയി. ജിൻഡോനിയ എന്ന് ഞാൻ ചോദിച്ചു. ഇതുപോലെ കള്ളവും ഇതൊക്കെ കാണിക്കുന്ന ആളെയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ അനിയൻ പറഞ്ഞു അവിടെ നമ്മൾ കണ്ടതാണ്. അനിയൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ കുഴപ്പം, അതൊക്കെ ഒരു ഗെയിമല്ല, അതൊക്കെ ആ ഗെയിം സ്പിരിറ്റിൽ എടുത്താൽ പോരെ എന്ന് അനിയൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് റസ്മിൻ ഇവിടെ പറയാണ്. ഞാനാകെ ഷോക്കായിപ്പോയി, അവൻ എന്ത് ഇത് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് എന്ന് റസ്മിൻ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനിയും മേലാക്കും കൂടുതൽ ദേഷ്യപ്പെടുന്നു ചെയ്യരുത്, കൂടുതൽ വഴക്കിടരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ വഴക്കും ദേഷ്യമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോവാണെന്ന് ഞാൻ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അപ്സര പെട്ടെന്നൊരു കാര്യം പറയാൻ വന്നു. പക്ഷെ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ അപ്സര അവിടെ പറയാൻ വന്നിട്ട് അപ്സര അത് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞു പോടാ പോടീന്നൊന്നും വിളിക്കരുത്, പോടാന്നൊന്നും വിളിക്കരുത്, ബഹുമാനമില്ലാതെ സംസാരിക്കരുത് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു, ജിൻഡോനെ അങ്ങനെ വിളിക്കരുത് എന്നുള്ളത് ജാസ്മിനും പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ജാസ്മിനും റസ്മിനും കാര്യം മനസ്സിലായിട്ടില്ല, പക്ഷെ അപ്സരയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്സരയ്ക്ക് ഭർത്താവ് വന്ന സമയത്ത് ക്ലൂ കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇവരെ സംസാരം കേട്ടിട്ട് ആദ്യം അപ്സര എന്തോ പറയാനായിട്ട് ഒരുങ്ങി, പിന്നീട് അപ്സര അത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയും ചെയ്തു. അപ്സരയ്ക്ക് പുറത്ത് ജിൻഡോയുടെ കാര്യത്തിൽ എന്തോ സംശയം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലൂ കിട്ടിയിട്ടുണ്ട്. ജിൻഡോയ്ക്ക് പുറത്ത് ഭയങ്കര പോസിറ്റീവാണ് എന്നുള്ള കാര്യം അപ്സരയ്ക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അതിനനുസരിച്ച് തന്നെയാണ് അപ്സര ജിൻഡോയുടെ അടുത്ത് നിൽക്കുന്നതും. പക്ഷേ റസ്മിനും ജാസ്മിനും ഒന്നറിയാതെയാണ് അവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ജാസ്മിൻ ഒന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ റസ്മിനെ ഒന്നും മനസ്സിലായിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവിടെ റസ്മിൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത്.